ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാർലിക്കുളത്താണ്. ഇപ്പോൾ ചാർലിക്കുളത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ചാർലിക്കുളത്തേക്ക് പോകാൻ. നമുക്ക് പോയി നോക്കാം. ഇത് നമ്മൾ പോകുന്ന വഴിയിലുള്ള വിഷ്വൽസ് ആണ് കേട്ടോ. എന്തൊരു മനോഹരമാണല്ലേ, എന്തൊരു ഭംഗിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടല്ലേ, എന്നാലും നമ്മുടെ തേയിലയൊക്കെ കണ്ടോ അത്ര പച്ചയായിട്ടാണ് നിൽക്കുന്നതല്ലേ. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് തെപ്പക്കുളം എന്നാണ് കേട്ടോ. ചാർലിക്കുളം ഉള്ളത് തെപ്പക്കുളത്താണ്. നേരത്തെ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് തെപ്പക്കുളം എന്ന് തന്നെയായിരുന്നു. ചാർലി സിനിമ വന്നതിന് ശേഷമാണ് ഇത് ചാർലിക്കുളം ആയത്. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുന്ന വഴി കേട്ടോ. അവിടെ റോഡിൽ വണ്ടി നിർത്തിയിട്ട്, വണ്ടി ഇങ്ങോട്ടധികം വിടില്ല. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ടാണ് ഈ വഴി പോകുന്നത്. പോകുന്ന വഴിയൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഭയങ്കര കാഴ്ചകളാണ്. മനസ്സിനൊരു വല്ലാത്ത കുളിർമയൊക്കെ വരും. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയ ഇതൊക്കെ കണ്ട് വളരെ മനസ്സിന് സന്തോഷമായിട്ട് തിരിച്ചു പോവാം. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ഈ മരം ശ്രദ്ധിച്ചോ? ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ചൂളമരം കേട്ടോ. നല്ല കാറ്റടിക്കുമ്പോൾ ഇതിനൊരു ചെറിയ ഫിസിൽ ഒരു ചൂളം അടിക്കുന്ന സൗണ്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഈ മരമൊക്കെ പൂക്കുന്ന മരങ്ങളാണ്. പക്ഷെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാവും പൂവൊന്നുമില്ല, എല്ലാം വളരെ ശുഷ്കിച്ച അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് പോയാലോ. നമ്മളപ്പോൾ ചാർലിക്കുളം എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു നല്ല സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം. വേഗം വന്നോ. കണ്ടില്ലേ, ചാർലിക്കുളത്തിൽ വെള്ളം ഒരു തുള്ളി പോലും ഇല്ല. അപ്പോൾ ചാർലിക്കുളം കാണാൻ വരുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോ. ഇപ്പോൾ വന്നാൽ ഒരു തുള്ളി വെള്ളം പോലും കാണത്തില്ല, വെറുതെ 2 കുഴി മാത്രമേ കാണുള്ളേ. ഞാനിന്ന് ചാർലിക്കുളം കാണാൻ വേണ്ടി വന്ന ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു. മലപ്പുറത്തു നിന്നാണ് അവർ വന്നത്. പക്ഷെ അവർ ഭയങ്കര വിഷമത്തോടെ പറഞ്ഞു ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, മക്കളെ ചാർലിക്കുളം കാണിക്കാൻ വന്നതാണെന്ന്. അപ്പോൾ ഈ സമയത്തൊന്നും വരണ്ട. ചാർലിക്കുളം എന്ന് പറയുന്ന ഒരു സംഗതി കാണാനേ പറ്റില്ല. നിറയെ വെള്ളം നിറഞ്ഞു കിടക്കും. അതേപോലെ ഈ മരങ്ങളൊക്കെ നല്ല പൂത്ത് നല്ല ചുമന്ന പൂവായിരിക്കും ഇതിൽ. പിന്നെ അപ്പുറത്തെ സൈഡിലും അതേപോലെ വെള്ളമാണ്. ആ വെള്ളം നിറഞ്ഞ് ഇപ്പുറത്തൂടെ ക്രോസ് ചെയ്ത് വെള്ളം ഇറങ്ങും. കാണാൻ ഭയങ്കര സൂപ്പറായിരുന്നു. പക്ഷെ ഇന്നില്ലാത്തതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ വെള്ളമൊന്നും ഇല്ലെങ്കിലും ഈ ഒരു പ്രദേശം അതിമനോഹരമാണ് കേട്ടോ. അതാണ് നമ്മുടെ തെപ്പക്കുളത്തെ ഭംഗി. ഇതാണ് നമ്മുടെ ചാർലിക്കുളം. വെള്ളമൊന്നും ഇല്ലാതെ വറ്റി വരണ്ട് ശുഷ്കിച്ച് കിടക്കുന്ന ചാർലിക്കുളം. ഇനി നമുക്ക് ഒരു ദിവസം കൂടെ വരണം കേട്ടോ. ഇവിടെ ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് നല്ല അതിമനോഹരമായ കാഴ്ച ഒന്നും കൂടി കാണാൻ വേണ്ടി. അപ്പോൾ ബൈ.